നെക്സ്റ്റ് ഇതിൽ ടെക്സ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ്സാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ NLP എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്നാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ സിസ്റ്റം ആൻഡ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഒക്കെ ഇല്ലേ, അത് പ്രോപ്പർലി ഇതൊക്കെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയതും വേർഡ്സിൻ്റെ മീനിങ് ഓൾമോസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് വന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ഇവോൾവ് ആയിട്ട് വന്നപ്പോഴാണ് ഡീപ്പ് ലേണിങ്ങിൽ RNN, LSTM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ NLPയിൽ യൂസ് ചെയ്യുന്ന കുറേ ടെക്നിക്സ് NLP യൂസ് ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. മറ്റേതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഷീൻസിന് മെമ്മറിയിൽ കീപ്പ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RNN, LSTM എന്നൊക്കെ പറഞ്ഞിട്ട്. RNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. LSTM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഷോർട്ട് ടൈം മെമ്മറി നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓർമ്മ വയ്ക്കുന്നില്ല കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ടൈം മെമ്മറി ഉണ്ടാവും, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിന് ഓർമ്മ വയ്ക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും അത് പാറ്റേൺ മാച്ചിങ് ആണ് നടക്കുന്നത്. എക്സാക്ട്ലി അതിന് ഓർമ്മ വയ്ക്കാനുള്ള കഴിവൊന്നുമില്ല. അത് ഓർമ്മ വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയും. ഇപ്പോൾ 1,000,000 200K എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് കേട്ടിട്ടില്ല. മോഡൽസ് അനൗൺസ് ചെയ്യുമ്പോൾ അവർ അനൗൺസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞിട്ട്. 1,000,000 കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുമ്പോൾ അത്രയും ടോക്കൺസ് അതിന് റിമെമ്പർ ചെയ്യാൻ പറ്റും. റിമെമ്പർ എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അത്ര അതിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, അത് റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇത് ഓവർഫ്ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. കാരണം ആ വിൻഡോ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ടോട്ടലി എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും, ഇത് ഹാങ് ആവാനൊക്കെ തുടങ്ങും. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന് ആ ഒരു മെമ്മറി ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ 1,000,000 കോണ്ടെക്സ്റ്റ് വിൻഡോ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി അതും സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോഴാണ് ഹാലൂസിനേഷൻസ് എന്ന് പറയുന്ന ഇത് വരുന്നത്. ഹാലൂസിനേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തെങ്കിലും ആവും, പക്ഷെ അത് ആൻസർ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആവും. കാരണം ഈ കോണ്ടെക്സ്റ്റ് വിൻഡോയുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും മെമ്മറിയിൽ സ്റ്റോറേജ് വന്നുകൊണ്ട് ആ പുതിയ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അത് സ്ട്രഗിൾ ചെയ്യും. തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് NLPയുടെ ഒരു ഇവോൾവ്മെൻറ്റ് ഉണ്ടായത്. ആൻഡ് ഇത് സ്റ്റിൽ LLMസിലൊക്കെ റെലവൻ്റ് ആണ്. ആൻഡ് NLP ഈസ് ദ ബ്രാഞ്ച് ഓഫ് AI dedicated to closing the gap between the messy, ambiguous, context-soaked way humans communicate and the precise, structured way machines compute. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് അതേ മീനിങ്ങിൽ ഇപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ കൂടി മെഷീൻസ് എങ്ങനെ ലാംഗ്വേജ് ലേൺ ചെയ്യുക, ബൈനറിക്ക് കൺവേർട്ട് ചെയ്തിട്ട്. അതിനല്ലാണ്ട് നമ്മളിപ്പോൾ പറയുന്ന പോലെ പ്ലേ എന്നുള്ള ഒരു വേർഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അതിൻ്റെ മീനിങ് അത് ഈ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനൊരിക്കലും മെഷീൻ അതിന് ജസ്റ്റ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുള്ളൂ. നമ്മളിപ്പോൾ ടെക്സ്റ്റ് കൊടുത്താലും ആ ടെക്സ്റ്റിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. മാച്ചിങ് ആണ് അവിടെ നടക്കുന്നത്, അല്ലാണ്ട് എക്സാക്ട്ലി അണ്ടർസ്റ്റാൻഡിങ് അല്ല. അതാണ് ഇപ്പോഴത്തെ മോഡൽസിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരത്തെ ഈ ഒരു NLP എന്നുള്ള ടെക്നിക്കിൽ ആ ഒരു വേർഡ്സിൻ്റെ വെയിറ്റേജ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മൾ ഒരു വേർഡ് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാമറൊക്കെ നോക്കില്ല ഇംഗ്ലീഷിൽ, അതേപോലെയൊക്കെ തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് ടെക്നിക്കാണ് ഇതിലുള്ളത്. ഗ്രാമർ ചെക്ക് ചെയ്യും, പിന്നെ ഈ പങ്ക്ച്വേഷൻസ്, എന്ത് ടൈപ്പ് മെസ്സേജാണ്, അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, എക്സ്ട്രാക്ടിങ് മീനിങ്, ഇൻറ്റൻറ്റ് ആൻഡ് സ്ട്രക്ചർ ഫ്രം ടെക്സ്റ്റ്. വാട്ട് ഈസ് ദ സെൻറ്റൻസ് ആക്ച്വലി സെയിം. സോ NLP എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ടെക്സ്റ്റ് വരുമ്പോൾ ടെക്സ്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇമേജ് ഇതൊന്നുമല്ല. നോർമൽ ടെക്സ്റ്റ് നേരത്തെ നമ്മൾ നോക്കിയായിരുന്നത് ടാബുലാർ ഡാറ്റ, ടേബിളായിട്ടുള്ളത്. ഇതും ടേബിളായിട്ട് തന്നെയാണ് വരിക, കുറച്ച് ഡാറ്റ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ NLP കൂടുതലായിട്ട് എവിടെ യൂസ് ചെയ്യാം? നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു AI സെഗ്മെൻറ്റിലൊക്കെ
ചാറ്റ് ബോട്ട്സ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ വരിക. പിന്നെ LLMസിൻ്റെ ആ ഒരു ഇത് ചാറ്റ് ബോട്ട്സ്, ആർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പിലാണ് ഈ NLP കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കാരണം അവിടെയാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് വരുന്നത്. ടെക്സ്റ്റ് പ്രോസസ്സിങ്ങിന് NLP യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡീപ്പ് ലേണിങ്ങിൻ്റെ ടെക്നിക്സ് യൂസ് ചെയ്യുക. ഓക്കെ. സോ ജനറേഷൻ NLG എന്ന് പറയും, നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്നാണ്. പ്രൊഡ്യൂസിങ് ഫ്ലുവൻറ്റ്, കൊഹറൻറ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജസ് ഔട്ട്പുട്ട്. സോ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർ ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് NLG എന്ന് പറയുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇൻട്രാക്ഷൻ, ക്ലോസിങ് ദ ലൂപ്പ്, ഡയലോഗ്, ട്രാൻസ്ലേഷൻ ആൻഡ് റീസണിങ് അക്രോസ് ടേൺസ് ആൻഡ് ലാംഗ്വേജസ്. ആൻഡ് ഹൗ ഹ്യൂമൻസ് ഡു ഇറ്റ്, അതായത് നമ്മളെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് നാച്ചുറലി നമുക്ക് വരുന്നതെന്നുള്ളത്. ആൻഡ് എഫർട്ട്ലെസ്ലി വി ഡ്രോ ഓൺ ഡിക്കേഡ്സ് ഓഫ് ലിവ്ഡ് കോണ്ടെക്സ്റ്റ്, ടോൺസ് ഓഫ് വോയിസ് ആൻഡ് ഷെയർഡ് കൾച്ചർ ആൻഡ് വേൾഡ് നോളജ്, ഓഫൻ അണ്ടർസ്റ്റാൻഡിങ് എ സെൻറ്റൻസ് ബിഫോർ ഇറ്റ് ഈവൻ ഫിനിഷ്ഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലേ തൊട്ടിങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനും ഇതൊക്കെ വന്നിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മദർ ടങ് പഠിക്കുന്നത് അവിടെ ജീവിച്ച് അങ്ങനെ വളർന്ന് വന്നുകൊണ്ടാണ്. ഇപ്പം നീ ഗുജറാത്തിലായതുകൊണ്ട്, ഗുജറാത്തിലല്ലേ അഹമ്മദാബാദ് ആയിരുന്നു, അപ്പോൾ നിനക്ക് ഹിന്ദി നന്നായിട്ട് ഓക്കെയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ കാലം നീ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇൻട്രാക്ട് ചെയ്തിട്ട് നിനക്ക് ആ കമ്മ്യൂണിക്കേഷൻ സെറ്റായി. സോ അതേപോലെ മെഷീൻസിന് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പോഴാണ് അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് വരിക. സോ അതിനാണ് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിരുന്നത്. സോ ഇതിലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് NLP യൂസ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം. നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മാച്ച് ചെയ്തിട്ട് അണ്ടർലൈൻ പാറ്റേൺസ് മാച്ച് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഈ നാച്ചുറൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് അതിന് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. മറ്റേതിൽ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് പാറ്റേൺ മാച്ചിങ് മാത്രമാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വേർഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീനിങ് തന്നെ മാറും. അപ്പം അങ്ങനത്തെ കേസിലാണ് ഇത് റെലവൻ്റ് ആവുന്നത്. ആൻഡ് ഹൗ മെഷീൻസ് മസ്റ്റ് ലേൺ ഇറ്റ് ബൈ കൺവേർട്ടിംഗ് വേർഡ്സ് ഇൻ ടു നമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഫറിങ് സ്ട്രക്ചർ ഫ്രം ഇനോർമസ് ടെക്സ്റ്റ് കോർപ്പറ. ആൻഡ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പ്രോബബിലിറ്റിയാണ് ഇത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ LLMസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഡ് വരാൻ എത്ര പ്രോബബിലിറ്റി ഉണ്ട് വരും. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. GPTയിലൊക്കെ പഠിക്കുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻ. ഇതിലിപ്പോൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഹൂ മീൻസ് ഈ ഹൂ എന്നുള്ളത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ യൂസ് ചെയ്യില്ലേ, നൗൺസ്, ഒബ്ജക്ട്സ് അങ്ങനെയൊക്കെ. സോ ഇപ്പം നമ്മൾ നോർമലായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൽ ഇത് ആക്ച്വലി അത് കണക്ട് ചെയ്യുന്നുണ്ട്. അർജൻറ്റീന വോൺ ദി സെമി ഫൈനൽ അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്. നമ്മളിവിടെ എന്തിൻ്റെ സെമി ഫൈനലിന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഗൂഗിളിൻ്റെ ആയതുകൊണ്ട് അത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള റാങ്കിങ് ചെയ്യുകയാണത്. റീസെൻ്റ്ലി നടന്നത് ആ ഒരു ഡാറ്റയും വെച്ചിട്ടാണ്
ഇതിപ്പോൾ ജെമിനി ചെയ്തതാണ്. അതിന് റീസെൻ്റ് ഡാറ്റയിൽ റാഗ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അത് പുള്ള് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 2-1 ജയിച്ചു എന്ന് പറഞ്ഞിട്ട്. സെമി ഫൈനലിൽ ഹോട്ട് ടോപ്പൊക്കെ ആയതുകൊണ്ട് അത് റാങ്ക് ചെയ്യുന്നതാണ്. റാങ്ക് ചെയ്തിട്ട് കാരണം ഇപ്പോൾ വേറെ ക്രിക്കറ്റ്സോ അങ്ങനത്തെ അതൊന്നും നടക്കുന്നില്ല. ഒരു ഓഡി സീരീസ് എന്തോ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഓഡി മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് റീച്ച് ആയിട്ടില്ല. ഹോട്ട് ടോപ്പിക്ക് ഇതായതുകൊണ്ട് ഇതിൻ്റെ റാങ്കിങ്സ് കുറേ എണ്ണം ഉണ്ടാവും. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1 എന്നുണ്ടാവും. ക്രിക്കറ്റിൻ്റെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. പക്ഷെ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിന് ആ റാങ്കിങ്ങിലാണ് മനസ്സിലാവും. ഇതേപോലെ ഇതിൻ്റെ മീനിങ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഹൂന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഹൂന്നുള്ളത് എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ ഇത് ഹൂ എന്നുള്ളത് ഒരു ടീമിനെയാണോ അല്ല ഒരാളെയാണോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഹൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരു ടീമിനെ ഉദ്ദേശിക്കുന്നത് ഇതും തമ്മിൽ കണക്ട് ചെയ്യും. നമ്മളങ്ങനെയാണല്ലോ നോക്കുക. ഇംഗ്ലീഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൂ വിൻസ് സെമി ഫൈനൽ. അപ്പോൾ ഹൂ എന്ന് പറയുന്നത് ഒറ്റ ഇപ്പോൾ ഇതിൽ റെലവൻറ്റ് ഫുട്ബോളല്ല. മേ ബി ജോക്കോവിച്ചോ അല്ലെങ്കിൽ ചെസ്സിൻ്റെ എന്താരെങ്കിലും ഒക്കെ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൂയിസ് ഹാമിൽട്ടനോ അങ്ങനത്തെ പ്ലെയേഴ്സ് കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഹോട്ട് ടോപ്പിക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഡിവിജ്വൽ പേഴ്സണാണ്. ആൻഡ് ഇതിപ്പോൾ ഹോട്ട് ടോപ്പിക്ക് ഫുട്ബോൾ ആയതുകൊണ്ട് ഇതാണ് ടീമിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. സോ സെമി ഫൈനലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്യണം. ഇങ്ങനെയാണ് മെഷീൻസിന് ആക്ച്വലി ഇത് കണക്ഷൻ വരുന്നത്. എന്താണ് വേർഡ് അതുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ. ആൻഡ് ഇതിൽ ജനറേഷൻ ചെയ്യുന്നതിനും ഒരു ഇതുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഇതൊരു ഡാഷ് കൊടുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ദേ പ്ലേ സംതിങ് അത്രേ ഉള്ളൂ വരുന്നത്. ഒരു ഡാഷാണ് കൊടുത്തേക്കണേ. അപ്പോൾ അതിന് മനസ്സിലാവേണ്ടത് ഇവിടെ എന്ത് വന്നാലാണ് ബെറ്റർ ആയിരിക്കുക എന്നുള്ളത്. ദൈവം എന്നുള്ളത് ഒരാളാണെന്ന് മനസ്സിലായി. ഹ്യൂമൺ. പ്ലേ എന്നുള്ളത് ആൾ ചെയ്യുന്ന കാര്യം, ആക്ടിവിറ്റി. ദെൻ ഇവിടെ ഒരു ഹ്യൂമണും ഉണ്ട്, ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈസ് ഡൂയിങ് സംതിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എന്താണ് ചെയ്യുന്നത്. സോ ഇവിടെ മാച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. നമ്മളൊരു പാരഗ്രാഫ് കൊടുത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റോ ഫുട്ബോളോ. ഇപ്പോൾ ഫുട്ബോളാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെഷീന് മനസ്സിലാവണം ഇവിടെ ഫുട്ബോളാണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ അത് മാച്ച് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചാറ്റ് ബോട്ടിലൊക്കെ ഇങ്ങോട്ട് വരിക. അതിന് പ്രോപ്പർലി ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എടുത്തു തരും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തരും, പ്രോപ്പർലി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. സാറെങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? ക്ലൗഡ് യൂസ് ചെയ്താണോ? ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതിന് എന്ത് പ്രോമിറ്റ് കൊടുക്കാം? അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറണം എന്നുള്ള രീതിക്കുള്ള. ക്ലിക്ക് ചെയ്യുമ്പോൾ മാറണമെന്നോ? ഇതോ അനിമേഷൻസ് ഒക്കെ വരണേനോ? അപ്പോൾ അതിന് എന്ത് പ്രോമിറ്റ് കൊടുക്കാം? അത് ഓൾറെഡി ഞാൻ നേരത്തെ എന്താ പറയുക ടെംപ്ലേറ്റ്സ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് കൊടുക്കും. കണ്ടന്റ് മാത്രം ഇട്ട് കൊടുക്കും? ഇല്ല, ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. പ്രോംപ്റ്റ് ചെയ്യുന്നതിന് ബെറ്ററായിട്ട് വരാൻ ആദ്യം റോളെന്ന് കൊടുക്കുക. റോൾ എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇതിൻ്റെ പ്രോംപ്റ്റ് വേണ്ടേ
എന്തിട്ടാ ആക്ടിവിറ്റി ചെയ്യണ്ടേ? ഒരു PPT ഉണ്ടാക്കാനാണ്. PPT. ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഗോഡ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റോ ആയിരിക്കും. ഭയങ്കര ടോക്കൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബെറ്ററായിട്ട് ചെയ്തു തരും. ഇത് GPT കൂടുതൽ വർക്കാവും, ക്ലൗഡിലും വർക്കാവും. ചിലതിൽ മാത്രമാണ് അങ്ങനത്തെ. ക്ലൗഡ് സാറിന് സബ്സ്ക്രൈബ്ഡ് ആണോ? സബ്സ്ക്രൈബ്ഡ് സാർ ഒറ്റ അടിക്കാൻ പറ്റുള്ളൂ, ഒറ്റ തവണ അടിക്കാൻ പറ്റുള്ളൂ. 2-3 അടുത്തത് ടാസ്ക് സ്പെസിഫൈ ചെയ്യും. ടാസ്ക് യൂസ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്. ഇതിപ്പോൾ ഡോക്യുമെൻ്റ് കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കൺവേർട്ട് into interactive presentation. Infographics and animations. പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ജനറേറ്റ് ടെംപ്ലേറ്റ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിനെ റിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ പോയിൻറ്റ്സ് കൊടുക്കുന്ന പോലെ നോട്ട് ജനറേറ്റ് പോർട്ട്ലെറ്റ്. ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻ. ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻസ് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് ഇതിന് കോണ്ടെക്സ്റ്റും റോഡ് സ്പെസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊടുക്കുന്നത് ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്ട്. അതായത് ഈ റോൾ എന്നുള്ളതിൽ ഇതൊറ്റ ആളുടെ ഐഡിയ മാത്രമേ വരുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിൻ്റെ ഇതാണ് വരിക. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിന് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ടോക്കൺ യൂസേജ് കൂടും, പക്ഷെ നമുക്ക് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരുന്നു നല്ലത്. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവർ അത് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ നമ്മൾ വീക്ക് ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ലേ, സ്ട്രോങ് ലേണേഴ്സ്. സോ അവർ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഐഡിയയും കൂടി ആയിരിക്കും വരുന്നത്. സോ ഇതിനെപ്പോഴും ഈ പേഴ്സോണ ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് LLMs. കാരണം അവർ അതിന് വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്തേക്കണത്. അപ്പോൾ അതിന് ഓരോ റോള് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എന്താ ചെയ്യുക, അതിന് പറ്റുന്ന പോലെ ഇത് ഇനിയും റിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റേ ലിമിറ്റ് അടിക്കില്ലേ, ലിമിറ്റ് അടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിപ്പോൾ കുറേയൊക്കെ AI ജനറേറ്റ് ചെയ്ത പോലെയൊക്കെ തോന്നും, ബെറ്ററായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഏതായാലും സോണറ്റ് 5 അല്ലേ അതിൽ കിടക്കണേ, സോണറ്റ് 5 ആണ് അത്. പിന്നെ ചില മോഡലിന് റൗണ്ടിങ് ഡിഫറെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫാബിൾ 5ന്
ഇത്രയും എന്താ പറയുക, ഫാബിൾ 5ഉം സോണറ്റ് 5ഉം കമ്പയർ ചെയ്യുമ്പോൾ സോണറ്റ് 5ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിരിക്കും പ്രോംപ്റ്റ്. ഫാബിൾ 5 ഒന്നോ രണ്ടോ ലൈനിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ സംഭവം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഓരോ മോഡൽസിന് പ്രോംപ്റ്റിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫാബിൾ 5 അവരുടെ എക്സ്പെൻസീവ് മോഡലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രോംപ്റ്റിങ് വരും. മോഡൽസ് നോക്കുക, പ്രോംപ്റ്റിങ് നോക്കുക. പക്ഷെ ഇവിടെ എടുക്കാൻ എന്തൊക്കെ മതി, ഇത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതല്ലല്ലോ. പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക സയൻറ്റിഫിക് സാധനങ്ങൾ, ഞാൻ അതൊന്ന് പിന്നെ ഒഴിവാക്കിയത് ഇക്വേഷൻസ് ടോട്ടലി ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ. നേരത്തെ കുറേ ഇക്വേഷൻസും ഒക്കെ ആയിട്ടായിരുന്നു വന്നായിരുന്നു. അപ്പോൾ എക്സ്ക്ലൂഡ് ഇതിൽ കൊടുക്കുക, എക്സ്ക്ലൂഡ് heavy equations. Heavy equations focus only in simple explanations. നമുക്ക് എങ്ങനത്തെ ടൈപ്പാണോ വേണ്ടത്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഇക്വേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ ഇതിൽ NLPയിൽ അങ്ങനെ ഇക്വേഷൻസ് വരുന്നത് കോഡിൽ ഫോക്കസ് ചെയ്താൽ മതിയോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇല്ല. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം യൂസ് ചെയ്യുന്നത് ലെയിൻ ഫെയ്മാൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ലെയിൻ ഫെയ്മാൻ ഇയാളുടെ ഒരു 7 ലേണിംഗ് ടെക്നിക്സ്, ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എങ്ങനെയാണ് ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക, ആൻഡ് ടോട്ടലി നമ്മളൊരു സാധനം പ്രോപ്പറായിട്ട് ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്റ്റെപ്സ് വേണം എന്നുള്ളതൊക്കെ. Why language is brutally harder for machines. The same sentence can mean radically different things depending on words and sense, grammar, context or shared knowledge. So ambiguities എന്ന് പറയില്ലേ, ലെക്സിക്കൽ ആംബിഗ്യൂറ്റി കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ നേരത്തെ ആ ഹ്യൂ വിൻസ് സെമി ഫൈനൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാത്ത ടൈമിൽ ലെക്സിക്കൽ ആംബിഗ്യൂറ്റി ദിസ് occurs when a single word has multiple meanings. അതായത് നേരത്തെ കൊടുത്ത പോലെ അതിൽ കൊടുത്ത പോലെ ബാങ്ക് എന്ന് പറഞ്ഞാൽ 2 മീനിങ് ആണെന്നുള്ളത്. ഒന്ന് നമ്മളെ പൈസ ഇടുന്ന ബാങ്ക്, പിന്നെ ഒന്ന് തീരെന്നുള്ളത് ബാങ്ക്സ് എന്ന് പറയും. ദെൻ സിൻറ്റാക്റ്റിക് ആംബിഗ്യൂറ്റി എന്ന് പറയുമ്പോൾ ദിസ് അറൈസസ് ഫ്രം ദി സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസ് allowing for different interpretation. For instance, he saw her duck can mean he saw a duck belonging to her, or that he saw her while she was ducking. അങ്ങനെ ഡിഫറെൻറ്റ് മീനിങ് വരുമ്പോൾ ഒരു സെൻറ്റൻസിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ് വരാം, അല്ലെങ്കിൽ ഒരു വേർഡ്സിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ് വരാം. അങ്ങനത്തെ കേസാണ് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ എക്സ്ട്രാ അതിൽ വരുന്നത് ലെക്സിക്കൽ ആംബിഗ്യൂറ്റി നേരത്തെ പറഞ്ഞത് ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. സോ ഫിനാൻഷ്യൽ ഒരു POVയിൽ അത് ബാങ്കിലേക്ക് പോകണമെന്നാണ്. ഷീ ഈസ് ഹെഡിങ് ടു എ ബിൽഡിംഗ് വർ മണി ഈസ് ഡെപ്പോസിറ്റഡ്, വിത്ഡ്രോൺ ഓർ മാനേജ്ഡ്. ആൻഡ് അടുത്തതെന്ന് പറയുമ്പോൾ ആ തീരെന്നുള്ള മീനിങ്. ദെൻ ജോഗ്രഫിക് റീഡിങ്, ഷീ ഈസ് ഹെഡിങ് ടു ദ സ്ലോപ്ഡ് ആൻഡ് അലോങ് സൈഡ് റിവർ. ഇവിടെ നിന്ന് നമ്മൾ ഈ ഹൂവിൻ സെമി ഫൈനൽ എന്ന് പറഞ്ഞിട്ട് എടുത്തില്ലേ, അതേപോലെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സോ ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെവിടെയെങ്കിലും ഈ ബാങ്ക് എന്നുള്ളത് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. ഓക്കെ, ബാങ്ക് എന്നുള്ള 2 സിറ്റുവേഷനിൽ ഇപ്പോൾ യൂസ് ചെയ്യാമല്ലോ. ഒന്ന് ബാങ്ക് മണി ഡെപ്പോസിറ്റിനൊക്കെ പോണത്, രണ്ടാമത് എവിടെയെങ്കിലും പോയിട്ട് ഒരു റിവർ ബാങ്ക്സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത്. സിൻറ്റാക്റ്റിക് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ.
സിൻറ്റാക്റ്റിക് ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് ടോട്ടലായിട്ട് അങ്ങനെ മീനിങ് ചേഞ്ച് ആകുന്നു. ദെൻ റെഫറൻഷ്യൽ ആംബിഗ്വിറ്റി, ഇതേപോലെ മീനിങ്സ് ചേഞ്ച് ചെയ്ത് വരുന്നത് തന്നെയാണ്. സോ ആ ഒരു ടൈപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ആംബിഗ്വിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു മോഡലിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ NLPയുടെ കുറേ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. എന്താ NLP പൈപ്പ്ലൈൻ ഫ്രം റോ ടെക്സ്റ്റ് ടു സ്ട്രക്ചർ. ടോക്കണൈസേഷൻ എന്ന് പറയും. ഇതിലുള്ള ടെക്നിക്സാണ് ടോക്കണൈസേഷൻ, നോർമലൈസേഷൻ, സ്റ്റോപ്പ് വേർഡ് റിമൂവൽ, സ്റ്റെമ്മിങ് ഓർ ലെമറ്റൈസേഷൻ, റെഡ്യൂസ് ടു റൂട്ട് ഫോം എന്നുള്ളത്. ഇതാണ് മെയിനായിട്ട് NLPയിൽ വരുന്ന ടെക്നിക്സ്. ഇത് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടാണ് ഈ ടോക്കണൈസേഷനില്ലേ, ഈ ടോക്കണൈസേഷൻ ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസിൽ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട്. അത് ഓരോ മോഡൽസിനും ഓരോ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ചൈനീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺസ്, ഇപ്പോൾ ഓരോ വേർഡ്സിനെ ഇപ്പോൾ ഇതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ലേ, ഈ സാധനം പറഞ്ഞു തന്നിട്ടില്ലേ നേരത്തെ, ടോക്കണൈസേഷൻ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, ഞാനെന്തോ പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ, ബിഫോർ എനി മോഡൽ ക്യാൻ റീസൺ അബൌട്ട് ടെക്സ്റ്റ്. ഇതിലിപ്പോൾ ഈ 4 ടെക്നിക്കാണ് മെയിനായിട്ട് വരിക. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതംസും ഉണ്ട്. സോ 4 ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ബിഫോർ എനി മോഡൽ ക്യാൻ റീസൺ അബൌട്ട് ടെക്സ്റ്റ് ഇറ്റ് മസ്റ്റ് ബി ബ്രോക്കൺ ഡൗൺ. നമ്മളിപ്പോൾ ഈ ഹൂ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തപ്പോഴാണ് ആദ്യത്തെ ടീമും അല്ലെങ്കിൽ ഹ്യൂമണ്ണോ ഹിമ്മെന്നോ അല്ലെങ്കിൽ ഷീന്നോ എന്ത് വേണമെങ്കിലും മീനിങ് വരാം. പക്ഷെ നമ്മൾ ഹൂ വിൻസ് സെമി ഫൈനലിന് ജനറിക്കായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കുകയാണ്. ഹൂ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തു, വിൻസ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തു, സെമി ഫൈനലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. സോ ഹൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വരാൻ പ്രോബിലിറ്റി എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെൻ സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള എന്ത് ഗെയിംസ് ആണ് ഓൺ ഗോയിങ്, ഗെയിംസിലാണല്ലോ സെമി ഫൈനലിൽ നിന്ന് വരും. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. ടോക്കണൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് എടുക്കുകയാണ്, ടൈപ്പ് യുവർ ഓൺ സെൻറ്റൻസ് ആൻഡ് വാച്ച് ഇറ്റ്. തന്നെ എടുക്കാം. ഓക്കെ, ദ സ്ട്രൈപ്ഡ് ക്യാറ്റ്സ് വർ റണ്ണിങ് ക്വിക്ക്ലി അക്രോസ് ദ ഗാർഡൻസ്. സോ ഒരു സെൻറ്റൻസ് അതിനെ ടോക്കണൈസേഷൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഓരോ വേർഡ്സ് ഇല്ലേ, ദ സ്ട്രൈപ്ഡ് ക്യാറ്റ്സ് വർ റണ്ണിങ് ക്വിക്ക്ലി എല്ലാം സ്പ്ലിറ്റ് ചെയ്തു, ഓരോ ടോക്കൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് LLMസിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ സാധനം എടുക്കും, അതും കൂടി പറഞ്ഞുതരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനുള്ളതാണ്, അതും കൂടി പറഞ്ഞുതരാം, കാരണം അത് എടുക്കാനുള്ളതാണ് നിങ്ങൾക്ക്. വേണ്ട, ഇതിൽ സെർച്ച് ചെയ്താൽ പോരെ. അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ കളറില്ലേ, അതിൽ ഫസ്റ്റത്തെ ഇതേപോലെ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ നോക്കുക, ഇത് ഓരോ വേർഡ്സ് ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. ഇതിൽ പക്ഷെ അങ്ങനെയല്ല. ചില LLMസിൽ ഈ ട്രെയിനിന്ന് വരെയുള്ളത് ഒരു ടോക്കണായിട്ട് എടുക്കും. ING എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ട്രെയിൻസ്, അതിൽ ട്രെയിൻസ്, ട്രെയിൻഡ്, ട്രെയിനിങ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടാകും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ വേർഡ് മാത്രം കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ING സെപ്പറേറ്റ് നിർത്തും. അതാണ് LLMസിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. പിന്നെ ഇവിടെ നമ്പേഴ്സ് ഉണ്ടോ, ഈ ഓരോ നമ്പേഴ്സിനും ഓരോ സ്പെസിഫിക് വേർഡ് ഉണ്ടാവും. ഇപ്പോൾ എന്നുള്ളതിന് 644 കൊടുത്തേക്കണേ, എന്നുള്ളതിന് 279. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ആൻഡ് ഈ നമ്പേഴ്സാണ് അതിൻ്റെ മീനിങ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ മെഷീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്പേഴ്സിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മീനിങ് മാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവുമല്ലോ, ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ട്രെയിനിങ് LLMs. സോ ഇതിൽ എന്താ വരുന്നത്, ട്രെയിനിങ് LLMs എന്നുള്ളതാണ് സെപ്പറേറ്റ് വരുന്നത്. സോ 1 2 3 4 5
2 3 4 5 4967. അടുത്തതാ 445 LLMs എന്നുള്ളത്. ശരി. ഇനി അടുത്ത വേർഡിലാണ് ഡാറ്റാ സെറ്റ്സ് ആർ ടിപ്പിക്കലി ക്ലീൻഡ് ബൈ റിമൂവിങ് ടോക്സിക് പാസേജസ് ഫ്രം ദി ഡാറ്റാ സെറ്റ്. സോ ഡാറ്റാ സെറ്റ് എന്നുള്ളതിന് 11237. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് ചെയ്തില്ലേ, അതേപോലെ ഇതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ആ ഒരു നോട്ട്സ് ഇത് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 4967, 445, 11737 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കിങ്സ് അത് ടോട്ടലി അതിൻ്റെ രീതിയിലെടുക്കും. ഇങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ ബിൽഡ് ചെയ്യുന്നത് LLMs. എന്നിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നത് ഈ വേർഡ്സ് ആയിരിക്കും. ഹ്യൂമൻസ് ചെയ്യുമ്പോൾ വേർഡ്സ് ആയിരിക്കും ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ ഇത് ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ഇപ്പോൾ ഞാനന്ന് പറഞ്ഞു തന്നായിരുന്നില്ലേ, പ്ലേ എന്നുള്ളത് വരുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ ഡാറ്റാബേസസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് ഇത് എംബഡിങ്സ് എന്ന് പറയും. എംബഡിങ്സ് നമ്പേഴ്സ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വെക്കുന്ന എംബഡിങ്സ് ഉണ്ട്. സോ അത് വെക്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. വെക്ടർ ഡാറ്റാബേസിൽ ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവുമല്ലോ. ട്രെയിനിങ്ങും LLMs. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്പോർട്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കണുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബിന് ട്രെയിനിങ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ LLMs കൊണ്ട് വരുമ്പോഴാണ് അതിന് മനസ്സിലാവുന്നത് ഇത് LLMസിനെയാണ് ട്രെയിൻ ചെയ്യുന്നതെന്നുള്ളത്. സോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ നമ്പേഴ്സാണ്. സോ ഈ ഒരു നമ്പറിൻ്റെ റീജിയണിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എംബഡിങ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് നമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ 4968 എന്ന് പറയുന്നത് ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഈ ഗെയിംസിൻ്റെ ഇതുണ്ടാവും, ഒരു ഭാഗത്ത് പിന്നെ വേറെ ഏതെങ്കിലും ഒരു നമ്പറിൽ 4967 വിചാരിക്കാം, ഒരു ഭാഗത്ത് ഗെയിംസിൻ്റെ ഉണ്ടാവും, ഒരു ഭാഗത്ത് ജോബ്സിൻ്റെ ഉണ്ടാവും. ഒരു ഡയമെൻഷനിൽ 512 ഡയമെൻഷൻസ് വരെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും മാക്സിമം. അപ്പോൾ ഈ ഒരു 4967 ഒരു റീജിയണിൽ LLMസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും. ആൻഡ് ഇവിടെ LLMs റിലേറ്റഡ് ആയിട്ട് വേറെ ഒരു ഡയറക്ഷനിൽ അതിൻ്റെ വേർഡ്സ് ഉണ്ടാവും. ഇത് മാച്ച് ചെയ്യുന്നത് എപ്പോഴും ഈ നമ്പേഴ്സ് ആയിരിക്കും. ഈ നമ്പേഴ്സ് കണക്ട് ചെയ്തിട്ടാണോ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എവിടെ വരുന്നത്, ആ പ്രോബബിലിറ്റി ഉള്ളതിനെ വെച്ചിട്ടാണ് നമുക്ക് ആൻസേഴ്സ് ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇതിന് വേർഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ഇല്ല LLMസിൽ. സോ ഇത് ഓരോ മോഡലിനും ഡിഫറെൻ്റ് ആയിരിക്കും ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിലത് ഈ വേർഡ് ബൈ വേർഡ് സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ കോമയ്ക്കില്ലേ, കോമയ്ക്ക് സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ടോ? ഈ ഉണ്ടോ? അങ്ങനത്തെ സാധനങ്ങൾക്കും അതും ഓരോ ടോക്കണായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ പ്രോംപ്റ്റ് അടിക്കാന്ന് പറഞ്ഞില്ലേ, ഈ പ്രോംപ്റ്റ് ഇപ്പോൾ കുറച്ച് വലുതാണ്. അപ്പോൾ ഇവിടെ Fable 5 സോണറ്റിന് കൊടുക്കുന്നത് ഡിഫറെൻറ്റ് പ്രോംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് കൊടുത്തുകൊണ്ട് അതിന് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. പക്ഷെ ചില മോഡൽസ് കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആണ്, അതിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം എന്നില്ല. അതാണ് Fable 5 കേസിൽ നടക്കുന്നത്. അതിന് ഒരുപാട് ഇതാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് അത്ര കൊടുക്കേണ്ട ആവശ്യമില്ല. ടോക്കൺസ് എത്ര കൂടുന്നോ, ഇപ്പോൾ നമ്മൾ ഒരേ സംഭവം റിപ്പീറ്റഡ് ആയിട്ട് ഇതിന് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വയ്ക്കാം, അതിന് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോറി എഴുതിയിട്ട് LLMനെ കൊണ്ട് റൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം പ്രോംപ്റ്റ് ഇതേപോലെ 1 by 1 ആയിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓൾറെഡി ആ ഒരു കോണ്ടെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഈ നമ്പേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് ഓൾറെഡി നമ്മൾ കൊടുത്ത ഒരു ഐഡിയക്ക് ഒരു കോണ്ടെക്സ്റ്റ് മേക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എഗെയിൻ അത് റിപ്പീറ്റഡ് ആകുമ്പോൾ മേ ബി അത് ചില മോഡൽസ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്തു തരും. പക്ഷെ ചിലതിന് അത്
അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല തരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ടോക്കണൈസേഷൻ നടത്തുക. LLMസിൽ വേറൊരു ടൈപ്പിലാണെന്നുള്ളൂ. മറ്റേലെന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് ബൈ വേർഡ് സ്പ്ലിറ്റാണ് നടക്കുന്നത്. ഓക്കെ, ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്. ഈ പങ്ക്ച്വേഷൻസ്, സ്പേസസ് എല്ലാം ഓരോ ടോക്കൺസ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ കുറേ ഇങ്ങനെ കോമിക്കൊക്കെ നമ്പർ ഉണ്ടാവുക. ഇപ്പോൾ LLMസിന് 400 എത്ര പറഞ്ഞേ 445, അപ്പോൾ 11,237 കോമയാണ് കേട്ടോ. ഡാറ്റ സെറ്റാണ് 82 വരുന്നത്. മാറിയത് ഇത് ഇപ്പോൾ GPT ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ക്ലൗഡ് ടോക്കണൈസേഷൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഇവർ ING വെച്ചിട്ട് ചെയ്യുന്നതുണ്ടാവും, ചിലർ ട്രെയിനിങ് ടോട്ടലായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ടാവും. അത് ഓരോ മോഡൽസിൻ്റെയും ടോക്കൺ യൂസേജിനനുസരിച്ചുണ്ടാവും. ക്ലൗഡ് ചിലപ്പോൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ടൈമിൽ ഉണ്ടാവും. അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന ഈ ഒരു ടോക്കണൈസേഷൻ ടെക്നിക്ക് പോലെ ഉണ്ടായിരിക്കും അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ. അതിന് അടുത്ത് നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ലോവർ കേസ് എവറിത്തിങ്. ഇപ്പോൾ ഇതെന്തിനു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പാം വേർഡ്സൊക്കെ ഇല്ലേ, മലീഷ്യസ് ആയിട്ടുള്ളതൊക്കെ, ഈ ഓഫർ വേർഡ്സൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ വരും. പിന്നെ ഈ ബാഡ് വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ചിലർ ഭയങ്കര ഇങ്ങനെയൊക്കെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ അയക്കലുണ്ട്. സോ അതിൻ്റെ മീനിങ് ചേഞ്ച് ആവും. ചിലപ്പോൾ ആക്സിഡൻ്റലി അയക്കുന്നതായിരിക്കും. ഇപ്പോൾ വാട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും വാട്ട് രണ്ടും ആ ഒരു മോഡുലേഷനിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അതിനാണ് ആ ഒരു നോർമലൈസേഷൻ ചെയ്യുന്നത്, ലോവർ കേസ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ആ ഒരു വേർഡ്സൊക്കെയും ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തു അതിനെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തത് സ്റ്റോപ്പ് വേർഡ് റിമൂവൽ. സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വേറ്, അക്രോസ്, എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കണക്റ്റിംഗ് വേർഡ്സൊക്കെ ഉണ്ടാവില്ലോ സ്റ്റോപ്പ് വേർഡ്സ്, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ലോ സിഗ്നൽ ഗ്ലൂ വേർഡ്സ് എന്ന് പറയും. അധികം നമുക്ക് കോണ്ടെക്സ്റ്റ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാനിതിൽ ട്രെയിനിങ് LLMs മാത്രമാണ് കളക്ട് ചെയ്തത്. ബാക്കിയുള്ളത് അങ്ങനെ എടുക്കുക. എനിക്ക് കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് മാത്രം കളക്ട് ചെയ്യുക. ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് മാത്രം അവിടെ നിന്ന് കളക്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. ആൻഡ് അത് മാത്രം എടുത്തിട്ട് പിന്നെ ഈ ഒരു സംഭവങ്ങൾ ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്ത് കളയുക. കണക്റ്റിംഗ് വേർഡ്സ്, കുറേ ഫില്ലിംഗ് വേർഡ്സ് എന്നൊക്കെ പറയാം നമ്മൾ. ഫില്ലിംഗ് വേർഡ്സ്, ഗ്ലൂ വേർഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റോപ്പ് വേർഡ്സ് അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് കോഡ് കൊടുക്കുക. ആൻഡ് സ്റ്റെമ്മിങ് ലെമറ്റൈസേഷൻ. സോ ഇപ്പോൾ സ്ട്രൈപ്പഡ് ട്രെയിനിങ് എന്നൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഏറ്റവും റൂട്ട് ഫോമിലേക്ക് കൊണ്ടുപോകുക. അതിനെ ട്രെയിനിങ് എന്നുള്ളതിനാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് അവിടെ ടോക്കണൈസേഷനിൽ ചില മോഡൽസ്, ഇത് LLMൻ്റെ കേസാണ്, ടോക്കണൈസേഷനിൽ ഇത് മാത്രം എടുക്കുന്നത് അതിൻ്റെ റൂട്ട് ഫോമിലേക്ക്. സോ ഇത് ഇൻസ്പയർഡ് ആയിട്ടാണ്, ഈ NLP ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ട്രെയിനിങ് ING സെപ്പറേറ്റ് എടുക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിൻ്റെ റൂട്ട് ഫോമിലേക്ക് അതിനെടുക്കുകയാണ്. ഓക്കെ, സ്ട്രൈപ്പ്, ക്യാറ്റ്, സ്ട്രൈപ്ഡ് എന്നുള്ളത് സ്ട്രൈപ്പാക്കി, ക്യാറ്റ്സ് എന്നുള്ളത് ക്യാറ്റാക്കി, ദെൻ റണ്ണിങ് എന്നുള്ളത് റണ്ണായി, ദെൻ ക്വിക്ക്ലി എന്നുള്ളത് ക്വിക്കായി, ഗാർഡൻസ് എന്നുള്ളത് ഗാർഡനായി. സോ ഈ ടെക്നിക്സാണ് മെയിനായിട്ട് NLPയിൽ വരുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് വേർഷനാണ് ഇതിലെല്ലാം ചെയ്യുന്നത്. അതിൽ അൽഗോരിതമാണ് ഈ TF-IDF എന്ന് പറയുന്നത്. ആൻഡ് റിവാർഡിങ് വേർഡ്സ് ദാറ്റ് ആർ ഫ്രീക്വൻറ്റ് ഹിയർ ബട്ട് റെയർ എവ്രിവെയർ എൽസ്. സോ ഇതിൽ
ഇതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് പറഞ്ഞില്ലേ, ഞാൻ കളക്ട് ചെയ്തത് ഈ 4967 445 ട്രെയിനിങ് LLMs എന്ന് പറഞ്ഞു. സോ ഒരു വേർഡിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് സെയിം രീതിയിലാണ് LLMs വർക്ക് ചെയ്യുന്നത്. ആ വേർഡ്സ് വരാൻ എത്ര പ്രോബബിലിറ്റീസ് ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ ദൈവ് പ്ലേ സംതിങ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സംതിങ് എന്നുള്ളത് നിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റിൽ ക്രിക്കറ്റോ ഫുട്ബോളോ ആണോ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡായിരിക്കും ഇവിടെ വരാനുള്ള കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ടേം യൂസ് ചെയ്യും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിന് ഒരേ ആൻസർ ആയിരിക്കും വരിക. അപ്പോൾ അത് ക്രിയേറ്റീവ് അല്ല. അതിനാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് പാരാമീറ്റർ LLMsൽ. അപ്പോൾ ഈ ഒരു പ്രോബബിലിറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യുമ്പോൾ അതിൽ ഫീച്ചർ വെയ്റ്റ്സ് നോക്കില്ലേ, കോൺട്രിബ്യൂഷൻ കൂടുതൽ വരുന്നത്. അതേപോലെ തന്നെയാണിത്. ഇപ്പോൾ ആദ്യത്തെ ഡോക്യുമെൻറ്റ് ഒരു 3 ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൻ്റെ TF IDF ചെക്ക് ചെയ്യാന്നുണ്ട്. ഫസ്റ്റത്തെ തന്നെ ക്യാറ്റ്, സാറ്റ്, വാം, ഡോഗ്, പ്ലേഡ്, ക്വയറ്റ്, ഗാർഡൻ. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ്സാണ് ഒരു ഡോഗ്സ് എന്ന് ഓരോന്നും ചെക്ക് ചെയ്യുന്നത്. ക്യാറ്റിൻ്റെ TF IDF 0.525 0.525 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണ് കളക്ട് ചെയ്തേക്കണേ. ദെൻ IDF എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ്, ടേം ഫ്രീക്വൻസി എന്ന് പറയും. ടേം ഫ്രീക്വൻസിയും ഇതൊരു അൽഗോരിതമാണ്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ വെയിറ്റേജ് നോക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വേർഡ്സ്, ഏതൊക്കെയാണ് നേരത്തെ ഈ ചെക്ക് ചെയ്ത ഇതുപോലെ ഇല്ലേ, ഇപ്പോൾ ഇവിടെ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തില്ലേ, അതിൽ സ്റ്റെമ്മിങ്ങും ഇതൊക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഫോം ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഈ ഒരു TF IDF എന്ന് പറഞ്ഞിട്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടേം ഫ്രീക്വൻസി ഇൻവേഴ്സ് ഡോക്യുമെൻറ്റ്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമ്പർ ഓഫ് ടൈംസ് ടേം T അപ്പിയേഴ്സ് ഇൻ ഡോക്യുമെൻറ്റ് D ആൻഡ് നമ്പർ ഓഫ് ടേംസ് ഇൻ ഡോക്യുമെൻറ്റ് D എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ്. നമ്മൾ പ്രിസിഷൻ റീകോളൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതിൽ ആക്ച്വൽ വാല്യൂസ് ഔട്ട് ഓഫ് ടോട്ടൽ വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റീകോൾ. അതേപോലെ TF IDF വർക്ക്സ് ബൈ ഗിവിങ് ഈച്ച് വേർഡ് എ സ്കോർ ബേസ്ഡ് ഓൺ 2 പാർട്സ്. ഇറ്റ്സ് ടേം ഫ്രീക്വൻസി TF എന്നുള്ളത് അതൊരു സെക്ഷൻ, IDF എന്നുള്ളത് വേറൊരു സെക്ഷൻ. ഇൻ വൺ ഡോക്യുമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഡോക്യുമെൻറ്റ് ഫ്രീക്വൻസി അക്രോസ് എ ഹോൾ കോർപ്പസ്. വേർഡ്സ് ദാറ്റ് അപ്പിയർ എ ലോട്ട് ഇൻ വൺ ഡോക്യുമെൻറ്റ് ബട്ട് നോട്ട് ഇൻ മെനി ഡോക്യുമെൻറ്റ്സ് ഗെറ്റ് ഹയർ സ്കോർസ്. അതായത് ഒരു ഡോക്യുമെൻറ്റിൽ കൂടുതലും വരുന്നുണ്ട്, മറ്റേതിൽ അത്ര അധികം വരുന്നില്ല, ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നില്ല. അതാണ് ഹയർ സ്കോർസ് വരുന്നത്. ദെൻ വൈൽ വെരി കോമൺ വേർഡ്സ് അക്രോസ് ഡോക്യുമെൻറ്റ്സ് ഗെറ്റ് ലോവർ സ്കോർസ്. എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന വേർഡ്സ് അവിടെ ലോവർ ആയിരിക്കും റാങ്ക് ചെയ്യുന്നത്. നെറ്റ് സ്ലോ ആണ്. TF IDF works like a spotlight that highlights important words in a document while dimming the less significant ones. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഒരുപാട് കോമൺ ആണെന്നുണ്ടെങ്കിൽ അത് ഇറലവൻ്റ് ആണെന്ന്, ലൈക്ക് ഈ ഫില്ലിംഗ് വേർഡ്സ് പോലത്തെ ഒക്കെ, ബ്ലൂ വേർഡ്സ് പോലത്തെ ഒക്കെ. ആൻഡ് ഇറ്റ് കമ്പൈൻസ് 2 കൺസെപ്റ്റ്: ടേം ഫ്രീക്വൻസി, ഹൗ ഓഫൺ എ വേർഡ് അപ്പിയേഴ്സ് ഇൻ എ ഡോക്യുമെൻറ്റ്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഒരു വേർഡ് അപ്പിയർ ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് ഇൻവേഴ്സ് ഡോക്യുമെൻറ്റ് ഫ്രീക്വൻസി, ഹൗ റെയർ ദാറ്റ് വേർഡ് ഈസ് അക്രോസ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അക്രോസ് ഡോക്യുമെൻറ്റ്സ് അതെത്ര റെയർ ആണെന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഒരെണ്ണത്തിലുണ്ട്, ബാക്കിയുള്ളതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ റെയർ ആണെന്നുള്ളത്. ആൻഡ് ഹെൽപ്പിംഗ് ടു ഐഡൻറ്റിഫൈ വേർഡ്സ് ദാറ്റ് ആർ ബോത്ത് ഫ്രീക്വൻറ്റ് ഇൻ എ സ്പെസിഫിക് ടെക്സ്റ്റ് ആൻഡ് റെയർ ഇൻ ജനറലി അത് ഫ്രീക്വൻ്റ് ആണോ അതോ ആ ഒരു സ്പെസിഫിക് ഡോക്യുമെൻറ്റിൽ മാത്രമാണോ വരുന്നതെന്നുള്ളത്. ടേം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദിസ് ഇസ് ലൈക്ക് ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ സ്പോട്ട്.
ഓൾറെഡി പറഞ്ഞാണ്. നമുക്ക് വേണമെങ്കിൽ വെറുതെ വായിച്ചു നോക്കും. ഈ പറഞ്ഞ സംഭവം തന്നെയുള്ളൂ. ആദ്യത്തേൽ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു സെയിം ഡോക്യുമെൻറ്റിൽ വരുന്നുണ്ടോ ടൈം ഫ്രീക്വൻസി എന്നത്. അതിന് അടുത്തതിൽ അക്രോസ് ദ ഡോക്യുമെൻറ്റ്സ് അത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ അത് റെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഡോക്യുമെൻറ്റിൽ മാത്രമേ വരുള്ളൂ. മറ്റേതിൽ കോമൺ ആയിട്ട് എല്ലാത്തിലും വരും. അതിന് ലോ സ്കോർ കിട്ടും, മറ്റേതിന് ഹൈ സ്കോർ കിട്ടും. ഇതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ കുറേ എണ്ണത്തിന് 0.420 വന്നിട്ടുണ്ടാവും ടൈം ഫ്രീക്വൻസി IDF എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇവിടെ ചേഞ്ച് ഉണ്ടാവും. 2.5 വരുന്നതുകൊണ്ട് 2.0 വരുന്നതുകൊണ്ട്. സോ ആ ഹൈ സ്കോർ കിട്ടുന്നത് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ഹൈ സ്കോർ. ദെൻ വേർഡ് എംബഡിങ്സ് എന്ന് പറയും. നേരത്തെ ഈ ഒരു എംബഡിങ് കേസ് പറഞ്ഞില്ലേ, ഇതിൽ വേർഡ് എംബഡിങ്സ് ആയിട്ടാണ് അത് കൊടുത്തേക്കണേ. വേർഡ് ക്ലൗഡ് എന്നൊക്കെ പറയും. വേർഡ് ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ നമ്പറായിട്ടല്ലേ കൊടുത്തിട്ടുണ്ടാവുക LLMസിൽ. ഇവിടെ വേർഡ്സ് ആയിട്ട് തന്നെ ഉണ്ടാവുക. വേർഡ് ക്ലൗഡ്സ് എക്സാമ്പിൾ അങ്ങനത്തെ സാധനങ്ങളില്ലേ, കണ്ടിട്ടുണ്ടോ? ഡിസൈനിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ അടുത്തടുത്ത വേർഡ്സ് ഉണ്ടാവില്ലേ, ഈ പറഞ്ഞ പോലെ കണക്റ്റഡ് വേർഡ്സ്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് NLPയിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലോട്ട് ചെയ്യും. ഈ വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ട് പ്ലോട്ട് ചെയ്യും. സോ വേർഡ് എംബഡിങ്സ് മീനിങ്സ് ആസ് ജോമെട്രി. വേർഡ് ടു വെക്കാൻ ഗ്ലോ ലേൺ ടു പ്ലേസ് വേർഡ്സ് ദാറ്റ് അപ്പിയർ ഇൻ സിമിലർ കോണ്ടെക്സ്റ്റ്. സിമിലർ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞില്ലേ, പ്ലേ എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതായിരുന്നു അത്. ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ജോബ് ഉണ്ട്, ആൻഡ് ഗെയിംസ് ഉണ്ട്, സംതിങ് എൽസ് LLMs അങ്ങനത്തെ ഇതുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് സ്റ്റോർ ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഈ ഒരു വേർഡ് ടു വെക്കും ഗ്ലോ എന്നത്. അത് കുറച്ചുകൂടി റെസ്യൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്ന ടേംസാണ് വേർഡ് ടു വെക്കും ഗ്ലോ ഒക്കെ. ഓക്കെ, ലേൺ ടു പ്ലേസ് വേർഡ്സ് ദാറ്റ് അപ്പിയർ ഇൻ സിമിലർ കോണ്ടെക്സ്റ്റ് നിയർ ഈച്ച് അതർ ഇൻ വെക്റ്റർ സ്പേസ്. വെക്റ്റർ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ആ ഒരു സ്പേസിലാണ് വരുന്നത്. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ബിക്കം ഡയറക്ഷൻസ് യു ക്യാൻ മെഷർ. ഇതും കൺവേർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക എംബഡിങ്സ്. അതുകൊണ്ടാണ് നേരത്തെ ഈ ഒരു LLMസിൻ്റെ കേസ് പറഞ്ഞത്. സെയിം രീതിയിലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ഇപ്പോൾ ഇവിടെ ഒരേ ടൈപ്പ് വേർഡ്സ് വരുന്നില്ല. നമ്മൾ DB സ്കാനിലൊക്കെ ചെയ്തപ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഒരു ക്ലസ്റ്റർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് അത് കിടക്കുക. അപ്പോൾ ക്യാറ്റുമായിട്ട് റിലേറ്റഡ് ആണ് കിറ്റ് എന്നുള്ളത്. സെയിം ഫീച്ചേഴ്സ് കുറച്ചുകൂടി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഡോഗ് എന്നുള്ളൊരു സ്പീഷ്യസ്. ക്യാറ്റ് ആൻഡ് ഡോഗ്സ് എന്നപ്പം കമ്പയർ ചെയ്ത് പറയുന്നതാണ്. ദെൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് പപ്പി എന്നുള്ളത്. സോ ഈ ഒരു ക്യാറ്റും പ്രിൻസും തമ്മിൽ ഡിസ്റ്റൻ്റ് ആയിട്ടാവും കിടക്കുന്നത്. കാരണം ഒന്ന് ഹ്യൂമണും ഒന്ന് ക്യാറ്റുമാണ്, ഒരു ആനിമലുമാണ്. സോ ആ ഒരു ഇന്നലെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല അല്ലേ, ഹയറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു. അതിന് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ബ്രാഞ്ച് ഹൈറ്റ് കൂടുമ്പോൾ റിലേഷൻ കൂടുതൽ വരും, കുറവായിട്ട് വരുമ്പോൾ റിലേഷൻ കുറവാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇതും വരുന്നത്. ഇപ്പോൾ ക്യാറ്റ് എന്നുള്ള ഒരു ഡിഫറെൻറ്റ് സ്പീസീസ് ആണ്, പ്രിൻസ് എന്നുള്ള ഒരു ഹ്യൂമൻ ഒരു ബീയിങ് ആണ്. സോ അത് രണ്ടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ വേർഡ് എംബഡിങ്സിലായാലും ഒരേ പ്ലേസിലായിരിക്കില്ല അത് സ്റ്റോർ ചെയ്യുന്നത്.
ഇങ്ങനൊരു മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ഓടിമുട്ടി ഇപ്പം മനസ്സിലാവും. ഇത് ഹൈ ഡയമെൻഷൻ സ്പേസിലാണ് സ്റ്റോർ ചെയ്യുക. നമുക്ക് 3 ഡയമെൻഷനൊക്കെ വരില്ലേ, ഇതിൻ്റെ മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 512 ആണ്. 512 ഡയമെൻഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ സി ആക്സിസ് ആണ് ഉണ്ടാവുക. ഇതിലെന്ന് പറയുമ്പോൾ 512 ഡയമെൻഷൻസ് ആണ്. 1 2 3. ഇതിൽ ഇത് വെറും 3 ഡയമെൻഷൻ. ഇത് വെറും 3 ഡയമെൻഷനാണ്. പക്ഷേ ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് 512 ആണ് മാക്സിമം ഡയമെൻഷൻസ് വരുന്നത്. സോ ആ ഡയറക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഉണ്ടാവും. പ്ലേ എന്നുള്ള വേർഡ്സ് ഒന്ന് അടുത്തത് കണക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡയമെൻഷനിൽ പോകും. അതിൻ്റെ അടുത്ത വേർഡ്സ് ഇവിടെ നിന്ന് വരുന്ന ഒരു വേർഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്രിക്കറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റുമായിട്ടുള്ള റിലേറ്റഡ് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അടുത്തേന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു മാക്സിമം 512 ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഓരോന്നിനും ഒരു 512 ഡയമെൻഷൻ ഉണ്ട്. എത്ര വേണമെങ്കിലും വരും. സോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും ആ ഒരു വേർഡ്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ അതാണ് ഇതേപോലെ ഒരു കൂട്ടമായിട്ടായിരിക്കും അതിൽ കിടക്കുന്നത്. കമ്പനി, പേപ്പർ, സർവീസ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഇങ്ങനെ ഓരോ ബ്രാഞ്ചിലും ഇങ്ങനെ ഓരോ സ്പേസിൽ. സോ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അടുത്തടുത്ത് വരും. ബാക്കിയുള്ളത് ഈ ഒരു ഡയമെൻഷൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരും. സിമിലാരിറ്റി ഹൈ ആയിട്ട് വരുന്നത് ഇവിടെ കളറും കൂടി നോക്കുക. ഹീറ്റ് മാപ്പിൽ യൂസ് ചെയ്യില്ലേ, കളർ ബാർ, CPR. അത് സിമിലാരിറ്റി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ വരും റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ്. ഓരോ സെൻറ്റർ എന്നൊന്നുമില്ല, ഇതിന് സെൻറ്റർ എന്നൊന്നും. ഇത് ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ സെയിലും സെയിൽസ്മാനും തമ്മിൽ കണക്ഷൻ ഇല്ലേ? ആൻഡ് സെയിലും സെയിൽസ്മാനും ആഡും തമ്മിൽ കണക്ഷൻ ഉണ്ട്. സെയിലും സെയിൽസ്മാനും കസ്റ്റമറും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ. ഒരു കമ്പനി പേപ്പർ, ഒരു യെല്ലോ സംതിങ് കമ്പനിയും പ്രിൻ്ററും. പക്ഷേ കമ്പനി പ്രിൻ്ററും ആക്ച്വലി ഡിഫറെൻറ്റ് ഇതിൽ വരുന്നതാണ്. സോ അങ്ങനെ സ്പേസ് ഇതിലിപ്പോൾ കളർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, സിമിലാരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വേറെ സ്പേസിലാണെന്നുണ്ടെങ്കിലും അത് വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. ഓക്കെ. ഈ ഒരു രീതിയിലാണ് എംബഡിങ്സ് അറേഞ്ച് ചെയ്യുക ഒരു ഹൈ ഡയമെൻഷനിൽ വരുമ്പോൾ. ഇതിപ്പോൾ എത്ര കുറച്ചുകൂടി ഉണ്ടാവും. നീ എത്ര മണിക്കാണ് വന്ന്? അല്ലേ ഞാൻ നോർമലി ഇത് എടുത്തിട്ട് പോകുമായിരുന്നു. എനിക്ക് തീർക്കണ്ടേ, അതും വേണം. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം സീരീസിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇത് കോഡും കൂടി ഉണ്ട്. അല്ല, ഇതിപ്പോൾ കോഡൊന്നും ഞാൻ എടുക്കാൻ പറ്റില്ല സമയത്തിൽ. സോ ഇതിൽ നോക്കുന്നത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കും. ദെൻ കിങ് എന്നുള്ള ഒരു ഇതിന് മാന്, വുമൺ, ക്യൂവിന് കണക്റ്റഡ് ആയിട്ടുള്ള ദ ഡയറക്ഷൻ ഫ്രം മാൻ ടു വുമൺ, ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ടേൺസ് ഔട്ട് ടു ബി ഓൾമോസ്റ്റ് ദ സെയിം ഡയറക്ഷൻ as king to queen. The model never saw the concept of royalty or explicitly. അതായത് അതിന് എന്താണ് കണക്ഷൻ എന്നൊന്നും അറിയണ്ട, പക്ഷേ ആ ഒരു സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് എമേർജ് പ്യുവർലി ഫ്രം വേർഡ് കോ-ഒക്കറൻസസ് പാറ്റേൺസ്. കണക്ഷൻസ് ആണ്. കിങ് എന്നുള്ളതിന് എങ്ങനെയാണ് കണക്ഷൻ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ കിങ് റിലേറ്റഡ് ആയിട്ട് മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡാണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ജെൻഡർ വൈസാണ് വരുന്നുണ്ടാവുക. സോ അങ്ങനെയാണത് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്. റിവീൽ ദ വെക്ടർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് വൈ ദിസ് മാറ്റേഴ്സ്, ദിസ് ഡെൻസ് വെക്ടേഴ്സ് ടിപ്പിക്കലി 100 to 300 ഡയമെൻഷൻസ്. അപ്പോൾ ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്നത് 300 ഡയമെൻഷൻസ് ആണ്. പക്ഷേ ഇമ്പ്രൂവ് ആയിട്ടാണ് 512 എന്നുള്ളതൊക്കെ വരുന്നത്. മാക്സിമം അതിൽ വേർഡ് എംബഡിങ് മോഡൽസ് ഉണ്ടാവും. എംബഡിങ് മോഡൽസിന് സെപ്പറേറ്റ് മോഡൽസ് ഉണ്ട്. തിങ്ക് മിനി VLLM അതൊക്കെയാണ് പ്രോജക്റ്റിൽ ഇതിലൊക്കെ ഞാൻ യൂസ് ചെയ്തായിരുന്നത്.
അതാണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതൊക്കെയാണ് ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു എംബഡിങ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ദെൻ ബിക്കം ദ ഫൗണ്ടേഷണൽ ഇൻപുട്ട് ലെയർ for nearly every neural NLP model that followed, replacing sparse, meaningless one-hot word IDs and giving machines memory. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വാനില RNN-ഉം LSTM എന്നുള്ളത്. ആക്ച്വലി NLPയുടെ പാർട്ട് അത്രേ ഉള്ളൂ, ഇത് DL വരുന്ന പാർട്ടാണ്. ഓക്കെ. ആൻഡ് റെക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് റീഡ് ടെക്സ്റ്റ് വേർഡ് ബൈ വേർഡ്, ക്യാരിയിങ് എ മെമ്മറി ഫോർവേഡ്, ബട്ട് ദാറ്റ് മെമ്മറി ഫെഡ്സ് ഫാസ്റ്റ്. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LSTMs ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ വേർഡ് ബൈ വേർഡ് ആ ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേർഡ്സ് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ ഒരു പോയിന്റിൽ ആ ഒരു മെമ്മറി ഫെയ്ഡ് ചെയ്യും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LSTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തത്. ആഡഡ് ഗേറ്റ്സ് ടു ഡിസൈഡ് വാട്ട് ടു കീപ്പ്. നമ്മുടെ നോർമൽ ആൻഡ് നോട്ട് അങ്ങനെയില്ലേ, ആ ഒരു ടൈപ്പ് ഗേറ്റ്സ് ഏത് കീപ്പ് ചെയ്യണം ഏത് റിമൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കാനാണ് ആ ഒരു LSTMസിൽ ഗേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് വാട്ട് ടു കീപ്പ്, ഫോർഗെറ്റ് ഓർ റൈറ്റ്, ലെറ്റിംഗ് കോണ്ടെക്സ്റ്റ് സർവൈവ് മച്ച് ലോങ്. വാനില RNN ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദ ട്രോഫി വാസ് പ്ലേസ്ഡ് ഓൺ ദ ഷെൽഫ് നെക്സ്റ്റ് ടു മെനി അതർ ഓൾഡ് ഡസ്റ്റി അവാർഡ്സ്. സോ അതിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഒരു ട്രോഫി എന്നുള്ളതാണ്. ഓക്കെ. ദ ട്രോഫി എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഈ LSTMൽ വരികയാണെന്നുണ്ടെങ്കിൽ സോ ആ ടോട്ടൽ മെമ്മറി ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടോ. ഓക്കെ. ഇത് ഈ ഒരു സീക്വൻസ് ഒന്നുകൂടി നോക്കിയത് പ്ലേ സീക്വൻസ് എന്നുള്ളത് ഇവിടെ എത്തുമ്പോഴേക്കും ആ മെമ്മറി ടോട്ടലി ഫെയ്ഡ് ആവുന്നുണ്ട്. കാരണം ഇതിന് കുറച്ച് കോണ്ടെക്സ്റ്റേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ LSTM എന്നുള്ള ടൈപ്പിൽ പ്ലേ സീക്വൻസ് കൊടുക്കുമ്പോൾ കൂടുതൽ ഇത് എന്ത് ഫോർഗെറ്റ് ചെയ്യണം എന്ത് ഹോൾഡ് ചെയ്യണം എന്നുള്ളതിന് ഗേറ്റ്സ് അവിടെ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വേർഡ് ട്രോഫി എന്നുള്ളത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. ഇത് ഹോൾഡ് ചെയ്യാണ്ട് റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് LSTM വർക്ക് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്, NLPയുടെ ഇംപ്രൂവ്ഡ് വേർഷനാണ് ഡീപ്പ് ലേണിംഗിലേക്ക് വരുമ്പോൾ. അത് ടെക്സ്റ്റും ഇതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. സോ ഇതിൽ കുറച്ചുകൂടി പവർഫുള്ളായിട്ട് ഈ ഒരു മെമ്മറി എന്നുള്ള ടെക്നിക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്നുള്ളത് വന്നത്. ദെൻ ദിസ് ഇസ് അറ്റൻഷൻ റെവല്യൂഷൻ. ഈ LLMs ടോട്ടലി ക്രിയേറ്റ് ചെയ്തത് ഒരു റിസർച്ച് പേപ്പർ ഉണ്ടായിരുന്നു, അറ്റൻഷൻ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനം. പേര് അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ്. ഫസ്റ്റ് GPT ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, ഏറ്റവും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് GPT ആണ്. അപ്പോൾ ക്ലൗഡ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ CEO ഒക്കെ GPTയിലായിരുന്നു വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു പേപ്പർ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് GPTയുടെ വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു പേപ്പറാണ്, റിസർച്ച് പേപ്പറാണ് എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദ അറ്റൻഷൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതിനാണത് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് കോംപ്രസിങ് ആൻ എൻറ്റയർ സെൻറ്റൻസ് into one memory vector, attention lets every word look directly at every other word and decide how much each one matters. Click a word, especially it. So ഇതിൽ ഏതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന്, എല്ലാത്തിനും എത്ര അറ്റൻഷൻ കൊടുക്കണം. ദിസ് ഇസ് എക്സാക്ട് സെൻറ്റൻസ് അപ്പിയർഡ് ഇൻ ദ ഒറിജിനൽ 2070 attention is all you need paper to illustrate co-reference resolution via സെൽഫ് അറ്റൻഷൻ മെക്കാനിസം എന്ന് പറയും. അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഈ അറ്റൻഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ആർക്കിടെക്ചർ എന്നൊരു ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു ഗൂഗിളിൽ.
ഇതിൽ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എൻകോഡിങ് ഡീകോഡിങ് ഒക്കെ കേട്ടില്ലേ. അപ്പോൾ ആ ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കൂടെ ഈ ഒരു അറ്റൻഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് തരുന്നത്. അറ്റൻഷൻ ഹെഡ്സ് എന്ന് പറയും. ഇത് പിന്നെ നോക്കണം എന്നില്ല, അത് ടോട്ടലി NLP അതാണ്. എടുക്കണമെങ്കിൽ അടുത്തരാം, PDF അയച്ചാൽ മതി, വായിച്ചു നോക്കിയാൽ മതി. ഇത് ഈ ഒരു സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി. സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ടോയ് കീവേഡ് മാച്ചിങ് ഡെമോ ഫോർ ഇൻഡ്യൂഷൻ റിയൽ സെൻറ്റിമെൻറ്റ് മോഡൽസ് യൂസ് ഫുൾ കോണ്ടെക്സ്ച്വൽ എംബഡിങ്സ് നോട്ട് വേർഡ് ലിസ്റ്റ്. ഐ അബ്സല്യൂട്ട്ലി ലവ്ഡ് ദിസ് മൂവി, ഇറ്റ് വാസ് വണ്ടർഫുൾ. നെയിംഡ് എൻറ്റിറ്റീസ് മേരിക്ക് ഇതിൽ കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ നെയിംഡ് എൻറ്റിറ്റീസ് ഇല്ലേ, മേരി ക്യൂറി അങ്ങനത്തെ സംഭവങ്ങൾ. യൂണിവേഴ്സിറ്റി ഓഫ് ഓർഗനൈസേഷൻ, ലൊക്കേഷൻ, ഡേറ്റ്, ദെൻ പൊസിഷൻ ടാഗിങ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. നമുക്ക് ആ ഒരു ലെമറ്റൈസേഷൻ, സ്റ്റെമ്മിങ് ആ ഒരു 4 പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ ആദ്യം ചെയ്യുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യാം. ബെറ്ററായിട്ട് ഒരു NLP പ്രോജക്റ്റും കൂടി ചെയ്യാം. NLP ML സെപ്പറേറ്റ് തന്നെ ചെയ്യാം. നമ്മൾ ഏത് ടൈപ്പ് വർക്ക്സിലാണ് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ NLP ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കമ്പനീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് NLP ചെയ്ത് 1-2 ചെയ്ത് വയ്ക്കാം. നമുക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോഴല്ലേ കമ്പനി എന്തിനാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് NLP ഫോക്കസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ MLൻ്റെ പ്രോജക്റ്റ് മാത്രം ഉണ്ടാവുമെങ്കിൽ പ്രിഫറൻസ് കിട്ടുന്നത് അവിടെ NLP യൂസ് ചെയ്യുന്നവർക്കായിരിക്കും. അതുകൊണ്ട് ദെൻ പൊസിഷൻ ടാഗിങ്, നൗണ്, അഡ്ജോയിൻ്റ് അങ്ങനെയൊക്കെ പറയില്ലേ, വെർബ് ഒരു ടൈപ്പ്. ദെൻ ട്രാൻസ്ലേഷൻ. അപ്പോൾ ആ ഒരു കളക്ട് ചെയ്യുന്ന വേർഡ്സിൻ്റെ അറ്റൻഷനില്ലേ, അറ്റൻഷനും ഇതും എല്ലാം കൂടി കമ്പയർ ചെയ്തിട്ടാണ് അഡ്വാൻസ്ഡ് NLP മെത്തേഡ്സ് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ, വെർ ഇസ് ദ നിയറസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻ, ഇതൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് ജാപ്പനീസിൽ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റില്ലേ. ഇതാണോ ഓസെ ട്രോവൽ सबसे नज़दीकी स्टेशन कहाँ है, നിയറസ്റ്റ് സമ്മറൈസേഷൻ. ഇത് നമ്മൾ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യില്ലേ, അതേപോലെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ന്യൂലി ട്രെയിൻ മോഡൽ ക്യാൻ സമ്മറൈസ് കോമേഴ്സ്, അതിൻ്റെ ഒരു സമ്മറൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ആൻസറിങ്, ഇതാണ് ചാറ്റ് ബോർഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. ദി Eiffel Tower was completed in 1889 and the entrance arch for the World's Fair held in Paris to celebrate the Sentinel of the French Revolution. It was designed by engineer Gustave Eiffel's company, who designed the Eiffel Tower. Eiffel അല്ലേ? Okay, it was engineered by Gustave Eiffel's company. Extracted answer. So ഇതൊന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹൗ ഡു വി നോ ഇറ്റ്സ്, ഇത് LLMസിൽ ഇടുന്ന പാർട്ടാണ്. പെർപ്ലെക്സിറ്റി ഒക്കെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ചാറ്റ് ബോക്സ് ഇതിപ്പോൾ എഞ്ചിനീയറിംഗ് റോൾസിലൊക്കെ തന്നെയല്ലേ. ഇപ്പോൾ പറഞ്ഞ ഇഷ്യൂസ് ഇല്ലേ, ഹാലുസിനേഷനൊക്കെ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, അതായത് ഡീപ്പ് ലേണിംഗ് വരുന്ന ഒരു പാർട്ട് LLMs ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ. മറ്റേ ആ പ്രോംപ്റ്റിൽ ഇതും കൂടി ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പഴയ സംഭവങ്ങൾ മാത്രം എടുത്ത് തരും LLMs. Agentic language systems, a major 2025-26 shipped models that don't just answer
ബട്ട് പ്ലാൻ മൾട്ടി സ്റ്റെപ്പ് ടാസ്ക്. ഏജൻറ്റിക് ടാസ്ക് ഒക്കെ ഇല്ലേ, അതിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബ്രൗസർ കണക്ട് ചെയ്യുക, അവിടെ നിന്ന് ഏജൻറ്റിക്കിന് ടൂൾസും ഉണ്ടാകും. ടൂൾസ്, മെമ്മറി, അങ്ങനത്തെ ഒക്കെ ടോട്ടലി കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് റിയാക്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. റിയാക്ട് ഇത് അത് ഫ്രെയിം വർക്ക്. റിയാക്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, ആക്ഷൻസും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇത്. ഇതിൽ അതിന് ഈ ഒരു ഏജൻസിന് ബിൽഡ് ചെയ്യുമ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ ഫ്രെയിം വർക്ക്സ് ഉണ്ടാവും. ഓട്ടോജെന്ന്, ക്രൂ AI അതിന് 1-2 ലാൻഗ്രാഫൊക്കെ യൂസ് ചെയ്തിട്ട്. എന്നാൽ ഈ ഏജൻസിന് മെമ്മറി ഉണ്ടാവും, ടൂൾ കോളിംഗ് ഉണ്ടാവും, എക്സെട്ര എക്സെട്ര ക്യാപ്പബിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതിന് സെൽഫായിട്ട് ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ഹ്യൂമൺ ഇൻ ദ ലൂപ്പ് എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ഏജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൽ കോൺഫ്ലിക്റ്റ് വരും. കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഇവർ വെറുതെ ടോക്കൺ വേസ്റ്റേജ് വരും. കാരണം ഇത് ടോട്ടലി LLMs യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രെയിനായിട്ട് കൊടുക്കുന്നത് LLM ആയിരിക്കും. ഇതിൻ്റെ മെമ്മറി കൊടുക്കുന്നത് ഒരു ഡാറ്റാബേസ്, വെക്ടർ ഡാറ്റാബേസ് ഏതെങ്കിലും ആയിരിക്കും. ദെൻ ടൂൾ കോളിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് LLMs യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് ചെയ്യും, സെൽഫ് പ്രോംപ്റ്റ് ചെയ്യും, എന്നിട്ടാണ് വർക്ക് ചെയ്യുക. സോ ഇത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഈ സാധനം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റാണോ നോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ടോക്കൺസ് യൂസേജ് ഭയങ്കര ഹൈ ആവും. അപ്പോൾ ഇത് ഒരു പോയിന്റിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ ഒരു ഹ്യൂമൺ ഇൻ ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ കോളിങ് നടത്തും. അത് ഹ്യൂമൻസിൻ്റെ നിന്ന് റെസ്പോൺസ് എടുക്കുന്ന പോലെ. സോ ആ ഹ്യൂമൻസ് എന്താണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഈ ഏജൻസ് പിന്നീട് വർക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ്ലി ചിലപ്പോൾ ടോക്കൺ വേസ്റ്റേജ് വരാൻ കാരണമാവും. സ്മോൾ ലാംഗ്വേജ് മോഡൽസ്, SLMs എന്ന് പറയും. റാദർ ദാൻ റിപ്ലേസിങ് ഫ്രണ്ടിയർ മോഡൽസ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് GPT ആ ഒരു ടൈപ്പ്. സോ കോമ്പാക്ട് ടാസ്ക് സ്പെസിഫിക് മോഡൽസ് ആർ ഇൻക്രീസിംഗ്ലി ഡിപ്ലോയ്ഡ് ഓൺ ഡിവൈസ് ഫോർ പ്രൊഡക്ഷൻ വർക്ക് ലോഡ്. ഇപ്പോൾ നമ്മൾ ലോക്കലായിട്ട് മോഡൽസ് റൺ ചെയ്യിപ്പിക്കില്ലേ, ഇപ്പം മാക്കിൽ അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ ഇതിൻ്റെ ലൈറ്റർ വേർഷൻസ് റൺ ചെയ്യിക്കാൻ പറ്റും, GLM-ൻ്റെ ഒക്കെ. അപ്പോൾ ആ ഒരു ടൈപ്പാണ് പറയുന്നത്. അതല്ലാണ്ട് ലാംഗ്വേജ് ഫോക്കസ് ചെയ്തിട്ട് വേറെ മോഡൽസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, SLMs എന്ന് പറഞ്ഞിട്ട്. ഓൺ ഡിവൈസ് ഫോർ പ്രൊഡക്ഷൻ വർക്ക് ലോഡ്സ് വൈ ലാർജ് മോഡൽസ് ഹാൻഡിൽ ബ്രോഡ് റീച്ച്. ഇത് ആരോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻറ്റേൺഷിപ്പിൽ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, ഒലാമ യൂസ് ചെയ്തിട്ട്. ഗോഡ്ലി അതിനറിയാം. ആൻഡ് 2026 ട്രെൻഡ് എഫിഷ്യൻ്റ് അറ്റൻഷൻ, സ്റ്റാൻഡേർഡ് സെൽഫ് അറ്റൻഷൻ ഗെറ്റ്. ഇതിൻ്റെ വേറൊരു പേപ്പർ വന്നായിരുന്നു, ഈ മെമ്മറി കോണ്ടെക്സ്റ്റ് വിൻഡോ പറഞ്ഞില്ലേ, ആ കോണ്ടെക്സ്റ്റ് വിൻഡോൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇത് മറന്നു പോകുന്നത്, പക്ഷെ അത് പ്രോപ്പറായിട്ട് ആർക്കിടെക്ചറായിട്ട് വന്നിട്ടില്ല. എക്സ്പെരിമെൻ്റ് ചെയ്തായിരുന്നു, ഒരു പേപ്പർ വന്നായിരുന്നു. അതിൽ ഇതിന് ഒരു പ്രാവശ്യം ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ലോങ് ടൈം മെമ്മറി ഇല്ലേ, ലോങ് ടൈം മെമ്മറി പോലെ ഒരു മെമ്മറി അത് ക്രിയേറ്റ് ചെയ്തിട്ട് മറന്നുപോയില്ല. അങ്ങനത്തെ ഒരു പേപ്പർ വന്നായിരുന്നു, ഒരു കഴിഞ്ഞ മാർച്ചിലാണ് തോന്നുന്നു. ഇതിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേപ്പറും ഇങ്ങനത്തെ അപ്ഡേറ്റ്സും ചെക്ക് ചെയ്യാം, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആൻഡ് documents linear and sparse attention variants are a major 2026 research focus aiming to stretch usable context length without exploding compute cost. Multimodal multilingual convergence. മൾട്ടിമോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ്, ടെക്സ്റ്റ്, വോയിസ് അങ്ങനെ എല്ലാം കൂടി വരുന്നത് കൺവേർജിങ് ഇൻറ്റു യൂണിഫൈഡ് സിസ്റ്റംസ്. അതാണ് നേരത്തെ പറഞ്ഞ ഒരു ഹെഡില്ലേ, ഈ ഒരു അതിൻ്റെ പ്രോപ്പർ വേർഡ് വേരിയേഷണൽ ആട്ടോ എൻകോഡേഴ്സ് എന്തോ ആണ്. ഒരു ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു മെക്കാനിസം ഉണ്ട്,
ഇപ്പോൾ മൾട്ടി മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡിൽ ഇമേജസ്, അടുത്തതിൽ വീഡിയോ എൻകോഡിങ്, അങ്ങനെ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. Then converging into unified systems alongside a continued push toward genuinely capable multilingual models rather than English first ones. So മൾട്ടി ലാംഗ്വേജസ് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് മാത്രമല്ല ഫോക്കസ് ചെയ്തിട്ട് ചൈനീസിലൊക്കെ നമുക്ക് പ്രോംപ്റ്റ് ക്യൂസിൻ്റെതേ ഉള്ളൂ. റൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ന്യൂറൽ നെറ്റ്, അറ്റൻഷൻ, റീസണിങ് ഏജൻസ്.